വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവർക്കും പോത്രാൻസിലേക്ക് സ്വാഗതം. ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഫാബ്രിക് ക്യാമ്പ്രിക് ആണ്. 60s by 60s ആയിട്ടുള്ള ക്യാമ്പ്രിക് ഫാബ്രിക് ആണ്. ഏറ്റവും പുതിയ കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇതിനകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ്, ഒരു കലങ്കാരി സ്റ്റൈലിലുള്ള ഒരു പ്രിന്റ് ആണ്. സ്ക്രീൻ പ്രിന്റിലുള്ള കലങ്കാരിയാണ് കേട്ടോ, പ്യുവർ കലങ്കാരി അല്ല. ഒരു കലങ്കാരി പാറ്റേണിലേക്കാണ് ഇതിന്റെ പ്രിന്റ് പോയിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ, ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റ്, അതായത് ഒരു ലീഫിന്റെ പ്രിന്റ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. സെയിം പ്രിന്റിന്റെ തന്നെ 3 കളേഴ്സ് ആണ് കാണുന്നത്. അപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതും ഈ ഒരു ഫാബ്രിക് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം എങ്ങനെയാണ് ഇത് വരുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറിനകത്ത് ലീഫ് പ്രിന്റ് ആണ് കേട്ടോ. ബ്ലാക്ക് കളറിനകത്ത് ലീഫ് പ്രിന്റിനകത്ത് വന്നിട്ടുള്ള കളർ എന്ന് പറയുന്നത് ക്രീം കളറും റെഡ് കളറും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ. നമുക്കൊരു ഡിഫറെന്റ് ആയിട്ടൊക്കെ തോന്നുന്ന പോലത്തെ ഒരു പ്രിന്റ് ആണ്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ലൈനിങ് ഇല്ലാതെ ചെയ്യാം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ആ ക്യാമ്പ്രിക് ഫാബ്രിക് തന്നെയാണ്, പ്യുവർ കോട്ടൺ തന്നെയാണ്. ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയട്ടെ, ഇത് ക്യാമ്പ്രിക് എന്ന് പറയുന്നത് ഒരു പ്യുവർ കോട്ടൺ തന്നെ, 60s by 60s ആണ്. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്, പക്ഷെ ഇതൊരു സിൽക്കി സ്മൂത്ത് ഫിനിഷ് ആണ്. ഫസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ കോട്ടൺ ആണോ എന്ന് തോന്നുന്ന പോലത്തെ ഒരു ഫാബ്രിക് ആണ്, പക്ഷെ ഇത് പ്യുവർ കോട്ടൺ തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഇതിന്റെ ചെറിയൊരു കട്ടിങ് എടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കി ബേൺ ചെയ്യുമ്പോൾ അതിന്റെ ആഷ് വരുന്നത് പൗഡർ ഫോമിൽ തന്നെ ആയിരിക്കും. നമ്മൾ പ്യുവർ കോട്ടൺ എല്ലാം പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞാണ് ചെയ്യാറുള്ളത്. പോളിസ്റ്റർ കോട്ടൺ വരുന്നത് പോളിസ്റ്റർ കോട്ടൺ എന്ന് പറഞ്ഞും ചെയ്യാറുണ്ട്. ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു എന്നുള്ളൂ. നമ്മുടെ ഫാമിലിയിലുള്ളവർക്കൊക്കെ അറിയാം നമ്മൾ ചെയ്യുന്ന ഫാബ്രിക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് സെയിം പ്രിന്റിന്റെ തന്നെ റെഡ് കളറിലാണ്. എല്ലാ കളേഴ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ. ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ പറഞ്ഞല്ലോ, ഡാർക്കർ ടോൺ ആണ് അധികം തന്നെ എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഡാർക്കർ ടോൺ മതി. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡാർക്കർ ടോൺ അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെ. പ്രൈസ് 119 തന്നെയാണ്, 119 രൂപ തന്നെയാണ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ്. ലാസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളറാണ്. ബ്ലൂ കളറിനകത്ത് റെഡിൽ കണ്ടപ്പോൾ ബ്ലാക്ക് ആയിട്ടോ പ്രിന്റ് പോകുന്നത്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ലാസ്റ്റ് വൺ, ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് വൺ കണ്ട് ബ്ലൂ കളറാണ്. ബ്ലൂവിനകത്തേക്ക് ഒരു പീകോക്ക് ബ്ലൂവിനൊക്കെ മാച്ച് ചെയ്യാവുന്ന പോലത്തെ ഒരു ബ്ലൂ ആണ്. അതിനകത്ത് റെഡും ക്രീമും കളറിലുള്ള ലീഫ് പ്രിന്റ് ആണ്. ഇങ്ങനെയാണ് നമ്മളിത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നമ്മൾ ഇന്ന് കണ്ടത് ക്യാമ്പ്രിക് ഫാബ്രിക് അഥവാ പ്യുവർ കോട്ടണിലുള്ള 60s by 60s ആയിട്ടുള്ള ക്യാമ്പ്രിക് ഫാബ്രിക്കിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഇതിന്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. 119 തന്നെയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർ 8891060225 കോൺടാക്ട് ചെയ്യണേ. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.